സംഘടിപ്പിക്കുന്നത്? അല്ല, വഖഫ് ബോർഡ് സംബന്ധിച്ച് അതിൻ്റെ കോടതിയിലുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് അതിലെല്ലാ വശങ്ങളും നോക്കി ഞങ്ങൾ പിന്നീട് പ്രതികരിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പ്രതികരിക്കാം, കുഴപ്പമില്ല. പക്ഷേ കോടതിയിലുള്ള മാറ്ററൊക്കെ ആകുമ്പോൾ കൊടുത്താൽ പിന്നെ പറ്റിയെന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ നോക്കി ഞങ്ങൾ. പിന്നെ അതുമാത്രമല്ല, വഖഫ് ബോർഡ് നോമിനേഷൻ ചെയ്യുമ്പോഴാണല്ലോ ഇനി ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. പുതിയ വഖഫ് ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വന്നാൽ അപ്പോൾ ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനിക്കും. ഈ ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയേണ്ടത്. PM ശ്രീയിൽ കഴിഞ്ഞ ഗവൺമെൻറ് വെച്ച ഒരു ട്രാപ്പാണ്. കഴിഞ്ഞ ഗവൺമെൻറ് അവർക്ക് പ്രതിപക്ഷം തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ജനറൽ ഫണ്ട് കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഓൺ റെക്കോർഡാണ്. പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ എന്ത് പ്രയാസം ഇന്ന് PM ശ്രീ സംബന്ധിച്ച് ഇന്ന് കേരളം നേരിടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി അവരാണ്. അവരുടെ വക്താക്കൾ തന്നെ വൺ സൈഡറായിട്ട് പിന്മാറാൻ പറ്റാത്ത കരാറാണ് ഇതെന്നൊക്കെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ അന്തിമ നിലപാട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കരിക്കുലത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ സ്കൂൾ സെലക്ട് ചെയ്യുന്ന ഇടപെടുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നാൽ വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യം ഞങ്ങൾ അപ്പം നോക്കും. കമ്മിറ്റിയുടെ ശുപാർശ വരട്ടെ, വിശദമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ അന്തിമ നിലപാട് പറയും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അന്തിമ നിലപാട് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പറയാം. ഈ കെടി മുഴുവൻ ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അവർ പോയി ഒപ്പിടേണ്ട സാഹചര്യം അവർ നിയമസഭയിൽ അടക്കം വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അവരുടെ വട്ട് തടഞ്ഞു വെച്ചപ്പോൾ ഒപ്പിടേണ്ടി വന്നതാണ് എന്ന്. ഓൺസൈഡായിട്ട് പിന്മാറാൻ കഴിയൂല എന്നൊക്കെ അവരാളുകൾ തന്നെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് മുഴുവൻ ഉത്തരവാദിയും കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. അത് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അന്തിമ തീരുമാനം. അല്ല, ഈ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പ്രതിസന്ധി വരും. അപ്പോൾ കുറഞ്ഞ വിലക്ക് കറണ്ട് കിട്ടാനുള്ള ഒരു ലോങ് ടേം കരാറുണ്ടായിരുന്നു. ആ കരാറ് ഇല്ലാതായതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ആ ലോങ് ടേം ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ലോങ് ടേം കരാർ ഉണ്ടായിരുന്നെങ്കിൽ മഴ ഇല്ലാതായാലും മഴ കുറയലും അങ്ങനെയുള്ളതൊക്കെ ഒരു ഹൈഡൽ പ്രോജക്റ്റിനെ ആശ്രയിക്കുന്ന കേരളത്തിൽ പ്രശ്നങ്ങൾ വരുത്തിയേക്കാം. അതൊക്കെ കണ്ടിട്ടാണ് കുറഞ്ഞ ചിലവിൽ കറണ്ട് കിട്ടാനുള്ള ലോങ് ടേം കരാറ് ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് ഉണ്ടാക്കിയത്. എന്തിനാ അത് കളഞ്ഞത്? അതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഇപ്പോൾ ബോർഡ് പറയുന്ന അതല്ലേ, കറണ്ട് കിട്ടിയ വിലക്ക് വാങ്ങിയാൽ വല്ലാതെ ബുദ്ധിമുട്ടോ ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ചെറിയ പ്രതിസന്ധി ഇപ്പം നമുക്ക് വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസം പറഞ്ഞിരിക്കുകയാണ്, മഴ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. വിശ്വാസികളാവുക. കഴിഞ്ഞ കാലം LDF ഇരുന്നുകൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ട്. അത് സ്ഥാപിക്കലാണെങ്കിൽ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാം, കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ മഴ പെയ്തതെന്നിപ്പോൾ ഞാൻ പറയണം. ഇത് നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കുള്ളിലില്ല. വളരെ സന്തോഷത്തോടു കൂടി അഭിപ്രായം പറഞ്ഞിട്ടാണ് എല്ലാവരും ഇന്ന് പോയത്. സ്റ്റാഫിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സത്യമാണ്. സ്റ്റാഫിൻ്റെ എണ്ണത്തിലൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അതിൽ ഞങ്ങൾ മന്ത്രിമാർ, ഗുലാം സാഹിബ് അല്ലാത്ത 4 മന്ത്രിമാരും പുതിയ അംഗങ്ങളായതുകൊണ്ട് പരിചയസമ്പന്നരായ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും പുതുതായി നിയമിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ ബാധിച്ചിട്ടുണ്ട്. അതിലവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ച് ഏതായാലും സമയം ഉണ്ടാവില്ല. നമുക്ക് നോക്കാം, അർഹമായ ആളുകൾക്കൊക്കെ തൊഴിലവസരം ഉണ്ടാക്കലാണ് UDFൻ്റെ ലക്ഷ്യം. അത് ഞങ്ങൾ ഉണ്ടാക്കും. പാർട്ടിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല.
ഇപ്പം അതൊരു കോടതിയിലുള്ള മാറ്ററാണ്. അതുകൊണ്ട് ഇപ്പം പറയും സുപ്രീം കോടതിയിൽ ലീഗ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസുമായി മുന്നോട്ട് പോകും. ഒരു നിമിഷം വേണ്ട ആ കേസ്. അപ്പോൾ ആ കേസിനെ സർക്കാരിന്റെ നിലപാട് ദുർബലമാക്കുന്ന പാർട്ടി ഇല്ല, സംശയിക്കില്ല. ദുർബലമാക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഒരു നിലക്കും ആ കേസ് മാറില്ല. ഞങ്ങൾ സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാട് തിരുത്തണം എന്നാണ് സമസ്ത ആവശ്യപ്പെടുന്നത്. സമസ്തയുടെ ഒരു ആവശ്യമില്ല, സർക്കാരിന്റെ നിലപാട് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ കൂടാ. ഇല്ല, അതല്ല ഞങ്ങളുടെ ആവശ്യമല്ല, സമസ്ത പറഞ്ഞൊരു കാര്യമാണ്. ബേജാറാവണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണശാല തുടങ്ങുമെന്ന് വി.ഡി. സതീശൻ പറയുന്നത്. പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ടാറ്റ ഗ്രൂപ്പ് പറയുന്നത്. വ്യവസായ മന്ത്രി അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യം? ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എന്നെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുകയും ഇടതുപക്ഷ ഗവൺമെൻറ് MOU സൈൻ ചെയ്ത ഒരു അവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്ത കൊച്ചിയിലെ ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 300 കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ തീരെ അറിഞ്ഞിട്ടില്ല എന്നല്ല, അപ്പോൾ ആ 300 കോടിയിൽ പിന്നെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പ്രതിനിധികൾ വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുള്ളൂ കാര്യം. പക്ഷെ അത് ഈ LDF പറയുന്ന ഗവൺമെൻറ് തന്നെ തുടർച്ചയല്ലേ. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന പ്രോജക്റ്റുകൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി അത് യാഥാർത്ഥ്യമാക്കലാണല്ലോ ഞങ്ങളുടെ പണി. അതിലൊരു സ്റ്റെപ്പ് ഫോർവേഡ് ഉണ്ടായിട്ടുണ്ട് ടാറ്റയുടെ. പിന്നെ എമൗണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. മൊത്തം ഇൻവെസ്റ്റ്മെന്റ് കാര്യമാണ് പറഞ്ഞതെന്ന് അല്ലല്ല, ഇപ്പോൾ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒഫീഷ്യലായിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ടാറ്റയുടെ പ്രതിനിധി ബഹുമാന മുഖ്യമന്ത്രിയും എന്നെയും വന്ന് കണ്ടു. ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കാലത്തുണ്ടായ പുരോഗതിയാണ്. അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ കാലത്തുണ്ടായ കാര്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവർ വന്നു, ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അവർ വന്നു, ചർച്ച നടത്തി, അത് ഫോർവേഡാണ്. അതും പിന്നെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചല്ലോ. ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കേരളത്തിലുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് MOU ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമയത്ത് അവർ ഔദ്യോഗികമായിട്ട് വന്ന് കണ്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മലബാർ സിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കരാറായതുകൊണ്ട് ഇനി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. അറിഞ്ഞിട്ടില്ല എന്നാണ് ഇത് MOU സൈൻ ചെയ്തെന്ന് കഴിഞ്ഞ വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതെന്തോട്ടെ, ഞാൻ ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. അല്ല 10,000 കോടി ഞാൻ പറഞ്ഞില്ല. പിന്നെ ഷിപ്പ് എന്താ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. മലബാർ സിമെൻറ്റിൻ്റെ പോർട്ട് ഞാൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് കൊച്ചി പോർട്ടിൽ നിന്ന് മലബാർ സിമെൻറ്റിൻ്റെ ഒരു ഡോക്ക് അവിടെ സാധനങ്ങൾ അയക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടി കൊച്ചി പോർട്ടിൽ നിന്ന് ഒരു സ്ഥലം ലീസിനെടുത്തിരുന്നു. ആ സ്ഥലത്ത് ആണ് ഇവർ ഈ പ്രോജക്റ്റ് ടാറ്റ വന്ന് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനെടുത്ത് നോക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എന്നെയും വന്ന് കണ്ടു. അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഷെയർ ചെയ്യാം അല്ലേ. അതെ, എമൗണ്ട് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ആകുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ടാറ്റ വന്ന് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ ടാറ്റൻ്റെ പേരിൽ കള്ളറങ്ങൊന്നുമല്ല. അത് ടാറ്റൻ്റെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് പോയത് എന്ന് അപ്പം ഞങ്ങളതാണെന്ന് കഴിഞ്ഞ ഗവൺമെൻറ് പറഞ്ഞാൽ അത് കാര്യമില്ലല്ലോ. കാരണം ഗവൺമെൻറ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ പല ചർച്ചകളും നടക്കും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് കേരളയിൽ അവർ വെച്ച പ്രോജക്റ്റാണ്. ഇന്ന പ്രോജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന ടാറ്റയുടെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഉണ്ടാവണം ഇതിൻ്റെ ഫോട്ടോ അല്ലേ, ഷെയർ ചെയ്തൂടെ? ഒരു ക്ലാരിറ്റി, അതായത് അന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞത് പിണറായി വിജയനുമായിട്ട് സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്തല്ല, അത് കഴിഞ്ഞു വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെയും എന്നെയും ഈ അസംബ്ലി സമയത്ത് ഈ ടാറ്റ എന്ത് ഗ്രൂപ്പാണ് ഞാൻ നോക്കി പറഞ്ഞത്, അതുകൊണ്ട് ഗ്രൂപ്പ് വന്ന് കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു. അത് ഈ പറഞ്ഞ ഇവർ പറയുന്ന ഇൻവെസ്റ്റ് കേരളയിൽ വന്നു എന്നറിയുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ 300 കോടിയാണ്. അതാണ് മലബാർ സിമെൻറ്റിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞത്. അത് വസ്തുതയാണ്.
പിന്നെ ടാറ്റ അറിഞ്ഞിട്ടില്ല അങ്ങനെ പരിസര ടാറ്റ അറിയില്ല. ലീഗിന്റെ പേരുടെ വകുപ്പുകളിൽ അല്ല ഇത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യാം, ഞങ്ങൾ നോക്കട്ടെ, തപ്പിയെടുക്കാം. ഒന്ന് കണ്ടതിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. അപ്പോൾ ഒന്നിങ്ങനെ ടാറ്റ ഗ്രൂപ്പ് വന്ന് സംസാരിച്ചു, എൻ്റെ എമൗണ്ട് ഇതാ, ഇത് ഷെയർ ചെയ്യാം അല്ലേ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വന്ന് കണ്ടതാണ്.